കണ്ണുണ്ടായാൽ പോരാ, ആ കണ്ണു തുറന്ന് ശരിക്ക് നോക്കിയാൽ മാത്രമേ പ്രശ്നങ്ങൾ കാണാൻ കഴിയൂ. സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ഇന്നലെ തൊടുപുഴയിൽ പൊലിഞ്ഞത് 27 വയസ്സുകാരൻ്റെ ജീവനാണ്. കലുങ്ക് നിർമ്മാണത്തിനെന്ന പേരിൽ മാസങ്ങൾക്ക് മുമ്പെടുത്ത കുഴിയിലേക്ക് ബൈക്ക് മറിഞ്ഞാണ് മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നി മരിച്ചത്. മറ്റന്നാൾ വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് ജെയ്സ് ബെന്നിയുടെ ദാരുണാന്ത്യം. ഈ മരണത്തിന് ഉത്തരവാദി ആര്? കാണാം. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നടപടി വേണം സർക്കാരെ. പൊതുജനങ്ങൾ ആരോടാണ് പരാതി പറയേണ്ടത്? ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥരോടല്ലേ? ആ പരാതി അവർ പറഞ്ഞു മടുത്തു. എന്നാൽ പരാതി കേൾക്കാതെ ഉദ്യോഗസ്ഥർ മുഖം തിരിഞ്ഞു നിന്നു. യഥാർത്ഥത്തിൽ മുതലക്കോടം മാവിൻ ചുവട്ടിലുണ്ടായത് ഒരു ഉദ്യോഗസ്ഥ നിർമ്മിത ദുരന്തം തന്നെയാണ്. സംശയമൊന്നുമില്ലാതെ പറയാം, പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പൊലിഞ്ഞതാണ് ജെയ്സിന്റെ ജീവൻ. ഇന്നലെ രാത്രി 10:45ഓടെയാണ് തൊടുപുഴയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന ജെയ്സ് ബെന്നിയുടെ ബൈക്ക് മുതലക്കോടം മാവിൻ ചുവട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്ര വാഹനം കലുങ്ക് നിർമ്മാണത്തിനായി മാസങ്ങൾക്ക് മുമ്പെടുത്ത കുഴിയിൽ പതിച്ചു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജെയ്സിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ജെയ്സ് അപകടത്തിൽപ്പെട്ട അതേ കുഴിയിൽ വീണ് മുൻപ് 5 തവണ അപകടമുണ്ടാവുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു അപകടമാണ് ഇത്. PWD വരുത്തി വെച്ച ഒരു അപകടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം താലൂക്ക് വികസന സമിതിയിൽ പല പ്രാവശ്യവും പലവട്ടവും PWD ഉദ്യോഗസ്ഥന്മാരെ ഇത് ധരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപകടമുണ്ടായ കുഴിയുടെ മുൻവശത്തെ കെട്ടിട ഉടമയോട് സ്ലാബ് സ്ഥാപിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ PWD വക ഭൂമിയിൽ അവർ തന്നെ ഉണ്ടാക്കിയ കുഴി വലിയ തുക മുടക്കി മൂടാൻ കെട്ടിട ഉടമ തയ്യാറായില്ല. വീഴ്ച വരുത്തിയ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വീഴ്ച ഏത് ഭാഗത്തുനിന്ന് വന്ന് പരിശോധിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കർക്കശമായ നിലപാട് സ്വീകരിക്കും. ജെയ്സിന്റെ ജീവൻ പൊലിഞ്ഞതിന് പിന്നാലെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. റോഡരികിലെ ഈ കുഴിയുണ്ടാക്കുന്ന ദുരന്തം എത്ര വലുതായിരിക്കുമെന്ന് നാട്ടുകാർ മുൻപേ പറഞ്ഞിരുന്നു. അപകടത്തിനിടയാക്കിയ കുഴി ഉടൻ മൂടുമെന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉറപ്പ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് തൊടുപുഴ PWD ഓഫീസ് ഉപരോധിച്ചു, റോഡ് ഉപരോധിച്ചു. നല്ലത് തന്നെ, പ്രതിഷേധങ്ങൾ തുടരട്ടെ, അവകാശങ്ങൾ നേടിയെടുക്കട്ടെ. പക്ഷേ ജെയ്സ് ബെന്നിയുടെ മരണത്തിന് മുമ്പ് ഇത്രയും ശക്തമായൊരു പ്രതിഷേധം നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ അപകടമുണ്ടാക്കിയ കുഴി മൂടുമായിരുന്നിരിക്കാം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.